വചനത്തിൻ്റെ നിറവുള്ള, ആത്മാവിൻ്റെ നിറവുള്ള പൗലോസ് ശാസിച്ചാൽ, പത്രോസ് ശാസിച്ചാൽ ഭൂതം പോവും. പിശാചിനോട് ചോദിച്ചാൽ പറയും, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നീ വലിയ പാസ്റ്ററുടെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീ വലിയ പാസ്റ്ററാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ എനിക്കറിയാൻ പാടില്ല. പിശാച് പോലും പറയും. സ്കേവ പുരോഹിതന്റെ മക്കളെ, പ്രൈസ് ഗോഡ്, ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്താ വേണ്ടത്? വചനത്തിലേക്ക് മടങ്ങി വരണം, ആത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരണം. സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഒരുവന് മനസ്സുണ്ടെങ്കിൽ അവനെ വചനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, ആത്മാവിൽ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. തകർക്കാൻ നിൽക്കുന്ന ശക്തികൾ ലോകത്തിൽ, സ്തോത്രം, അതിൻ്റേതായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ ബലഹീനമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ചിന്തിച്ചോണം. നെഹമ്യാവിന് നന്നായിട്ടറിയാം, സ്തോത്രം, ഒറ്റയ്ക്ക് വേലക്കിറങ്ങിയതാ, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദുഃഖിച്ച് കരഞ്ഞ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുത്ത് തന്നോടുകൂടെ ഒരു കൂട്ടവുമായി ദൈവത്തിനു വേണ്ടി സ്വതന്ത്രം ഇടിഞ്ഞു കിടക്കുന്ന, അപമാനത്തിൽ കിടക്കുന്ന വിഷയങ്ങളെ പരിഹരിച്ചെടുക്കുവാൻ മുന്നിട്ടിറങ്ങിയവനാ. അന്നേരമാണ് സൻബല്ലത്തും തോബിയാവും എഴുന്നേൽക്കുന്നത്. എപ്പോഴാ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കർത്താവിൻ്റെ ഒരു ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാൻ നീ ഉദ്ദേശിക്കുമ്പോൾ പിശാച് എഴുന്നേക്കും, അതിന് ഉടക്കിടും. ഉടക്കിട്ട മനസ്സിലാക്കിക്കോണം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്തോത്രം, തികച്ചെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നെഹമ്യാവ് പറഞ്ഞതുപോലെ പറയണം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ഭൂമിയുടെ പരപ്പിൽ ആര് തടസ്സം നിന്നാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം അത് ചെയ്യും. സ്തോത്രം. കൂട്ടുകെട്ട് വർദ്ധിച്ചു വന്നു, വെല്ലുവിളികൾ വർദ്ധിച്ചു വന്നു. പക്ഷേ കുളിക്കുമ്പോൾ പോലും ആയുധം ധരിച്ചു നിന്ന നെഹമ്യാവിൻ്റെ മുമ്പിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആരും മുട്ടുമടക്കി എന്ന് ചോദിച്ചാൽ സകല തന്ത്രങ്ങളും മുട്ടുമടക്കി. 52 ദിവസം കൊണ്ട് മതിൽ പണിയിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, കുറിക്കപ്പെട്ട ഡേറ്റിന്റെ അകത്ത്, കുറിക്കപ്പെട്ട സമയത്തിന്റെ അകത്ത് ഇപ്പോൾ അപമാനത്തിൽ കിടക്കുന്ന വിഷയം, ഇപ്പോൾ കഷ്ടത്തിലായിരിക്കുന്ന വിഷയം, ഇപ്പോൾ ഇടിച്ചിട്ടിരിക്കുന്ന വിഷയം സമയബന്ധിതമായി തീർത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തെങ്കിൽ, നീ ചോദിക്കുന്ന ഡേറ്റിൽ തന്നെ നിന്റെ കാര്യങ്ങളെ പരിഹരിച്ചു തരുവാൻ എൻ്റെ ദൈവം